ഏങ്ങണ്ടിയൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചെസ്കമ്പിൾ ഇന്റർനാഷണൽ കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ മിത്രമേള നടത്തി. മിതത്വശീലം, മാനവിക ഐക്യം, മതസൗഹാർദ്ദം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തി ലോകക്ഷേമത്തിനായി ഒന്നിക്കുക എന്ന സന്ദേശം പകരുക എന്നതാണ് മിത്രമേളകളുടെ ലക്ഷ്യം. ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച മിത്രമേളയിൽ ചെയർമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, കിഡ്സ് കോട്ടപ്പുറം ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി, ശ്രീ ഗുരുനാരായണാശ്രമം അമരിപ്പാടം അധിപൻ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ എന്നിവർ മുഖ്യപ്രഭാഷകരായിരുന്നു. ചെസ്കമ്പിൾ ഇന്റർനാഷണൽ ചീഫ് ജനറൽ അഡ്വൈസർ സ്വാമി ദൈവമിത്രം ആമുഖ പ്രഭാഷണം നടത്തി. ശാസ്ത്രബോധം വളർത്തിയും മിതത്വശീലത്തോടും വിഭാഗീയത വെടിഞ്ഞും കാലത്തിനൊത്ത ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് സ്വാമി ദൈവമിത്രം ഉത്ബോധിപ്പിച്ചു. സങ്കീർത്തനം ഇന്ദു ഷാജി ആലപിച്ചു. ഹോണററി പ്രസിഡന്റ് പ്രിയ ജിൻസ് ആമുഖ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ബൈജു കെആർ സ്വാഗതം പറഞ്ഞു. മിത്രമേള പ്രതിജ്ഞ ഏവരും ഏറ്റുപറഞ്ഞു. തുടർന്ന് ഹെൽപ്പിംഗ് ഹാർട്ട്സ് പദ്ധതിയുടെ ഭാഗമായി GLPS കൊടുങ്ങല്ലൂരിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഫിദ ഫാത്തിമ, ഇസ, ഫർഹീൻ, ഷാനവാസ് എന്നിവർക്ക് ഉപഹാരവും പഠന സഹായവും നൽകി അനുമോദിച്ചു. ഒപ്പം ഏങ്ങണ്ടിയൂർ കരുണം ചാരിറ്റബിൾ ട്രസ്റ്റ് വളണ്ടിയർമാരായ ചന്ദ്രൻ, സജിനി ചന്ദ്രൻ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. ചോദ്യോത്തരവേളയിൽ ഉയർന്നു വന്ന സംശയങ്ങൾക്ക് സ്വാമി ദൈവമിത്രം മറുപടി നൽകി. സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സേവന മേഖലയിലെ പ്രവർത്തകർ മിത്രമേളയിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി പി രമേശൻ നന്ദി പറഞ്ഞു. സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുസംഹാരത്തിനുള്ള ദൈവമുണ്ട് ഇല്ലേ? പിന്നെ എൻ്റെ അന്നന്നത്തെ ആവശ്യങ്ങൾ സാധിച്ചിരുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിനെ ഒന്നും പ്രാർത്ഥിക്കണ്ടെന്ന് ആരും പറയുന്നില്ല. അങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചു തുടങ്ങിയാലാണ് ഈ സമൂഹം നന്നാവുക. ഒരു തവണ പ്രാർത്ഥിക്കുമ്പം മനസ്സിന് ശാന്തിയും സമാധാനവും ഒരാൾക്ക് ലഭിച്ചുവെങ്കിൽ ഒരാൾ പ്രാർത്ഥന മുടക്കുമോ? ഇല്ല. നിങ്ങളിപ്പോൾ ഇവിടെ തന്നെ പറയുകയുണ്ടായി, ആധുനിക സൗകര്യങ്ങൾ. ഇതിനു മുമ്പ് നമുക്ക് കാറ്റില്ലായിരുന്നു, ഉണ്ടായിരുന്നു, ചൂടായിരുന്നു. ഇപ്പം എന്തിനാണ് ഞങ്ങൾ സ്വിച്ചിട്ട് ഇത് കറക്കുന്നത്? ആധുനിക സൗകര്യങ്ങൾ എന്തിനാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്? ആധുനിക സൗകര്യങ്ങൾ സ്വീകരിക്കുന്നത് ഇപ്പം ഈ ശരീരത്തിന് പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം ഈ ശരീരത്തിൽ ഈ സാധനങ്ങൾ ഒന്ന് വിടാണ്ട് നിങ്ങളെ ഇവിടെ ഇരുത്തുമായിരുന്നെങ്കിൽ എത്ര പേര് ഇവിടെ ഇരിക്കുകയല്ല. ഒരു സ്വാമിക്കും ഒരു അച്ഛനും നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരു വാക്കും പറയാൻ പറ്റില്ല. അവർ നിർത്തി അവിടുന്ന് പോകുമായിരുന്നു. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം, ഈ സംവിധാന ക്രമങ്ങളൊക്കെ നമ്മളിന്ന് ശീലിച്ച് അടിമയായിരിക്കുന്നിടത്ത് ഈ സംവിധാന ക്രമങ്ങളുടെ നടുക്കിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനകൾ അർത്ഥപൂർണമാക്കുക, ജീവിതം പരിവർത്തനപ്പെടുത്തുക. ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആദികാവ്യം എഴുതിയ വാൽമീകി പോലും പ്രാർത്ഥനയിലൂടെയാണ് തുടങ്ങുന്നത് ഇല്ലേ? ഋഷിമാർ എഴുതി തന്നത് അത്രയും പ്രാർത്ഥനകളാണ്, എല്ലാം പ്രാർത്ഥനകളാണ്. ഇന്ന് എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പം വൈകിയതല്ല, ഒരു വൈദ്യൻ വന്നു, വയനാട്ടിൽ നിന്ന് വന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ MBBS അല്ല, ഒരു ഡോക്ടറൊന്നുമല്ല, പരമ്പരാഗതമായിട്ട് കിട്ടിയ അറിവാണ് എൻ്റെ വൈദ്യം. നിങ്ങൾ നോക്കുക, ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ ലഭിക്കുന്ന അറിവിനേക്കാളും വലുതെങ്ങൊന്നും ലഭിക്കാനില്ല. അവിടെ നിന്ന് ആദ്യം തുടങ്ങണമെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഞാനാകണം, എന്നുള്ള ശക്തി വികസിക്കണം, എൻ്റെ ഊർജമാണ് എൻ്റെ പ്രവർത്തനമെന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഞാനൊരു അദ്വൈതിയാണ്. ഇപ്പം 40ാമത്തെ വർഷമാണ് സന്യാസം സ്വീകരിച്ചിട്ട്. കൊടുങ്ങല്ലൂർ വന്നിട്ട് 25 വർഷം ആയി. സത്യം പറഞ്ഞാൽ ഇപ്പോഴും 9 മണിക്ക് കിടക്കുക, 3 മണിക്ക് എഴുന്നേൽക്കുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് വരെ ഒരു മുടക്കം ഞാൻ വരുത്തിയിട്ടില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കും, എന്താ അതിൻ്റെ ഗുണമെന്നറിയാം? 9 മണിക്ക് കിടന്നാൽ ഉടൻ ഞാൻ ഉറങ്ങും. 9 മണിക്ക് കിടന്നാൽ അപ്പോൾ ഉറങ്ങും. പ്രാർത്ഥിക്കാത്തവരോടല്ല എനിക്ക് പറയാനുള്ളത്, കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് സമയം കളി ഓർക്കരുത്. പ്രാർത്ഥിച്ചാൽ ദിനം പ്രതി
ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഭാരതം എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന ഭാരതമാണ്. പ്രത്യേകിച്ച് അതിൽ തന്നെ കൊടുങ്ങല്ലൂർ നമുക്കറിയാം മതസൗഹാർദ്ദത്തിൻ്റെ ഇടം അല്ലെങ്കിൽ നിലം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഈ ഒരു മിത്രമേള സംഘടിപ്പിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇന്നിവിടെ സംസാരിച്ച പലരും തന്നെ, പ്രത്യേകിച്ച് സ്വാമി അടക്കം പറഞ്ഞ പല വാക്കുകളിൽ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള ഈ നോട്ടീസിൽ നമ്മൾ കാണുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം ഒക്കെ മുൻനിർത്തിയാണ് ഒരു വിധത്തിൽ ഈ ഒരു മിത്രമേളത്തിൻ്റെ മുഖം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളിൽ ഇല്ലാതെ പോകുന്ന ഒരു വസ്തുതയാണ് മതം നിലകൊള്ളുന്നത്. ഏത് മതം എടുത്ത് നോക്കിയാലും അതിൻ്റെയൊക്കെ കാമ്പ് ഇത് തന്നെയാണ്. അതായത് മനുഷ്യനെ സ്നേഹിക്കുക, സമാധാനത്തിൽ ജീവിക്കുക, സന്തോഷത്തോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു വിധത്തിൽ നമ്മൾ നോക്കിയാൽ എവിടെയാണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഓരോ ദിനങ്ങളിലും അത് നഷ്ടപ്പെടുത്തി കളയുകയാണ്. നമ്മുടെ കുടുംബമെടുത്താലും സമൂഹമെടുത്താലും രാജ്യമെടുത്താലും എവിടെയൊക്കെയാണെങ്കിലും അതിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഇന്ന് ഇവിടെ കൂടുന്ന ഈ ഒരു പ്രോഗ്രാമിന് പ്രസക്തി വരുന്നത്. കാരണം ഇന്ന് നമുക്കറിയാം, വയലാർ പാടുന്നതൊക്കെ നമുക്കറിയാം, മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം ജയിക്കുന്നു, മനുഷ്യനെ വെറുക്കുമ്പോൾ ദൈവം മരിക്കും. യഥാർത്ഥത്തിൽ നമ്മളാണ് ദൈവത്തിൻ്റെ മുഖമായിട്ട് മാറേണ്ടത്. അത് എന്നിൽ ഉണ്ടാകേണ്ട ഈ സ്നേഹവും സന്തോഷവും സമാധാനവും കാരുണ്യമൊക്കെ നിറയുന്ന ഒരു മുഖമാണ്. അതിനാണ് ദൈവത്തെ ദൈവം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസക്തി അവിടെയാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മനുഷ്യന് വെറുപ്പോടുകൂടെ ദൈവമില്ലാതായി പോകുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ്. എന്നിലെ ആത്മീയത അതാണ്. ഞാൻ കൊണ്ടു നടക്കേണ്ട ആത്മീയതയും അതാണ്. പലപ്പോഴും ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ സർവീസ് സെൻ്ററിലാണ്. പക്ഷെ അവിടെയൊക്കെ വളർത്താൻ ശ്രമിക്കുന്നത് കാരുണ്യത്തിൻ്റെ മുഖമാണ്, മനുഷ്യരിലേക്കുള്ള കാരുണ്യത്തിൻ്റെ മുഖം. പലപ്പോഴും ഈ കാരുണ്യത്തിൻ്റെ മുഖം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇന്ന് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം തന്നെ ഇവർ വളരെ ക്യാപ്ചറായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ഇൻസിഡൻറ്റ് കണ്ടു കഴിഞ്ഞാലും അത് ക്യാപ്ചർ ചെയ്യുക, അത് വിറ്റഴിക്കുകയാണെന്നുള്ളതാണ്. ഇത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ സ്വാഭാവികമായിട്ട് അത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കിടഞ്ഞു പരിശ്രമിക്കുന്നവരാണ്. റീലിട്ട് കഴിഞ്ഞാൽ അതിന് ലക്ഷങ്ങൾ കിട്ടുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വാർത്ഥതകൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യരിലുള്ള പോസിറ്റീവ് നഷ്ടപ്പെടുന്നു. അതാണ് മനുഷ്യരിലെ പോസിറ്റീവിസം വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യനെ കാണാൻ ശ്രമിക്കും. അപ്പോൾ ഈ മതങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടും. എന്നിലെ ഊർജം വളരും. ഇപ്പം ഇതിൻ്റെ തന്നെ ഒരു ഊർജത്തിൻ്റെ വാക്ക് തന്നെ സോഷ്യോ സ്പിരിച്വൽ എന്നുള്ളതാണ്, ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും എന്നിൽ തന്നെയുള്ള ഒരു ഊർജം അത് ഞാൻ തന്നെ കണ്ടെത്തുമ്പോൾ, അത് കണ്ടെത്തുക ഞാനെന്ന ഭാവം നഷ്ടപ്പെടുമ്പോൾ, ഞാനെന്ന ഭാവം നമ്മളിൽ ഇല്ലാതായിരുന്ന സമയത്ത് എന്നിൽ തന്നെ പോസിറ്റീവിസം വളരാൻ തുടങ്ങും. എല്ലാം ഓർത്തുകൊണ്ടേക്കാണ്. അവരിൽ എന്തെല്ലാം തിന്മകൾ ഉണ്ടോ അതെല്ലാം നമുക്ക് മറക്കാം. നന്മകൾ മാത്രം ഓർത്തുകൊണ്ട് ജീവിക്കാം. ഈ സന്ദേശമാണ് എനിക്കിവിടെ കൈമാറാനുള്ളത്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്താണ് നാം ഉള്ളത്. അവിടെ അവനാത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരുടെ സുഖത്തിനായി പറയണം. അവരികൾ നിറയുന്നതൊക്കെ ഓർത്താൽ അവരിലാദ്യമായ ആത്മരൂപം എന്ന് പറഞ്ഞ ദർശനം നമുക്ക് വെളിച്ചമകേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനെ വിലയിരുത്താൻ പറ്റുക? ആരായിരിക്കും നല്ല മനുഷ്യൻ? കലാകാരനാണോ, പണ്ഡിതനാണോ, ബുദ്ധിജീവിയാണോ, ശാസ്ത്രജ്ഞനാണോ, ചിന്തകനാണോ? ആരാണ് നല്ല മനുഷ്യൻ? പ്രവാചകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: മറ്റുള്ളവർക്ക്, സഹജീവികൾക്ക്
ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്നവനാരാണ്, അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെയും മുനിമാരുടെയും മാഷിമാരുടെയും സന്യാസിമാരുടെയും ചിന്തകളിലേക്ക് ദർശനങ്ങളിലേക്ക് നമുക്കൊരു തിരിഞ്ഞു നോട്ടം നടത്താൻ ഈ സദസ്സ് കാരണമായെങ്കിൽ അത് എത്രയും നല്ല കാര്യം. ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒന്നായി വരട്ടെ നിങ്ങൾക്ക് ഉൾക്കാമ്പും, ഒന്നായി വരട്ടെ നിങ്ങൾക്ക് ഉൾക്കാമ്പും, ഒന്നായി ഭവാന്മാർ സൂചിപ്പിക്കും. നിലനിൽപ്പിനുമെല്ലാം കാരണമായ അടിസ്ഥാനത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം. പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ തലത്തിൽ നിന്നും ആറ്റമിക് തലത്തിലേക്കും അവിടെ നിന്ന് സബ് ആറ്റമിക് തലത്തിലേക്കുമുള്ള പ്രയാണം ക്വാണ്ടം ലെവലിലെത്തി ക്വാണ്ടം പാർട്ടിക്കിൾസിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറയാം. ഇപ്പോഴും നമ്മൾ ഫണ്ട് അടിസ്ഥാനത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? യഥാർത്ഥ ശാസ്ത്രയുഗം അവിടെ ആരംഭിക്കുകയായി. ഇതാണ് ശാസ്ത്രലോകത്തിന് ചെസ് കമ്പിൾ ചെലുത്താൻ പോകുന്ന സ്വാധീനം. ഇനി സത്യത്തെക്കുറിച്ച് 2 വാക്ക്. സത്യം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് സത്യം? എന്താണോ ഉള്ളത് അതാണ് സത്യം. ആ പരമമായ സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് സത്യത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത് മതങ്ങളിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത, ഈ അറിവുകളൊന്നും പരിപൂർണമല്ല. സ്ഥലകാല സന്ദർഭങ്ങളുടെ ആവശ്യാനുസരണം മാത്രമാണ് കാലം ആപേക്ഷണീയമായ സത്യങ്ങളാണ് ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യർക്ക് സത്യത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള ശേഷി ആർജിക്കുന്നതിനനുസരിച്ച് മാത്രമാണ് കാലം, ഋഷിമുനിമാർ, പ്രവാചകർ എന്നിവരിലൂടെ സത്യത്തെ കൂടുതലായി അവതരിപ്പിക്കുകയുള്ളൂ. ഈ ഇരുണ്ട കാലഘട്ടത്തിലെ തീവ്രമായ ആപേക്ഷണീയ സത്യങ്ങളായിരുന്നു. അപ്പോൾ ഒരറ്റത്ത് തീവ്രമായ ആപേക്ഷണീയ സത്യം, മറ്റേ അറ്റത്ത് ആത്യന്തികമായ ആ കേവല സത്യം. ശാസ്ത്രയുഗത്തിൽ, ഇന്നത്തെ ഈ യുഗത്തിൽ പ്രായോഗികമായിട്ടുള്ളത് മിതമായ സത്യമാണ്. സത്യത്തെ മിതവൽക്കരിക്കുന്നു. മിതത്വത്തിൽ അധിഷ്ഠിതമായ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധ്യാത്മികതയെന്നോ ഭൗതികതയെന്നോ വേർതിരിവുകളില്ലാതെ ജീവിതത്തെ സമഗ്രമായി കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ്? മാറി വരുന്ന കാലം മനുഷ്യനിലും ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു. ശാസ്ത്ര സാങ്കേതികത അതിയായി വളരുമ്പോഴും അതിൻ്റെ നല്ല വശങ്ങൾ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്ന്, അതിനുള്ള ബോധവികാസം മനുഷ്യന് ഉണ്ടാകണമെന്ന് കാലം ഇച്ഛിക്കുന്നു. അപ്പം അതിനുവേണ്ടി വലിയ പരിശ്രമങ്ങളോ സമയനഷ്ടമോ ഒന്നും കൂടാതെ തന്നെ മനുഷ്യനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ചെസ് കമ്പിൾ. നമ്മൾ ചികിത്സാ രംഗത്ത് ഒരു എക്സ്റേ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്കാനിങ് മെഷീൻ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ വിശകലനം ചെയ്തുകൊണ്ട് ന്യൂനതകൾ കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതുപോലെ നമ്മുടെ സൂക്ഷ്മ തലത്തിലെ ഊർജങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ആവശ്യമായ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുവാനായിട്ട് സഹായിക്കുന്ന ഒരു മഹായന്ത്രം എന്ന് ചെസ് കമ്പിളിനെ വിശേഷിപ്പിക്കാം. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാലമാണ് തീരുമാനിക്കുന്നത്. കാലാനുസൃതം മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, ഈ സ്മാർട്ട് ഫോണുകളിലൊക്കെ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതിനുള്ള സാധ്യത പ്രപഞ്ചത്തിൽ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു.
പക്ഷെ എന്തുകൊണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു? കാരണം അതിനുള്ള സമയമായിട്ടില്ല. ഓരോന്നിനും ഓരോ സമയമുണ്ട്. നമുക്ക് സമയത്തിനനുസരിച്ച് കാലം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നേ വരെ ഇല്ലാത്തൊരു ചെസ് കമ്പിൾ, ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്തത്, ഇതെങ്ങനെ സാധ്യം എന്ന് സ്വാഭാവികമാണ് അത്തരം ചോദ്യം നമ്മളുടെ ഉള്ളിൽ വരാം. ടി വിയെ കുറിച്ച്, ടി വി എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു യന്ത്രം സാധ്യമാണ്. എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം, ദൂരെ ഇരുന്ന് കേൾക്കാം, ലൈവായിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങൾ മുമ്പ് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഭ്രാന്ത് എന്ന് ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം, നമ്മളുടെ തന്നെ ചോദിക്കാം, അല്ലേ? പക്ഷെ ഇവിടെ കാലം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മളുടെ ബോധത്തിലും ബുദ്ധിയിലും സ്വാഭാവികമായിട്ടുള്ള എളുപ്പത്തിൽ കയറാത്ത പല കാര്യങ്ങളും കാലം സമയം പോലെ നമുക്ക് മുമ്പേ നൽകി വരുന്നുണ്ട്. അതെങ്ങനെയാണ്? പല മനുഷ്യ അപ്പോൾ ഇവിടെ ഒന്നിച്ച് ഇരിക്കാനായിട്ട് സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇവിടെ ഇനി നിങ്ങൾക്കൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അത് കഴിഞ്ഞ് നാളെ വെളുപ്പിന് 3 മണിക്ക് എനിക്ക് ഡൽഹിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കില്ല. കാരണം 1-2 പ്രോഗ്രാമുകൾ അവിടെ പള്ളിയിലുമുണ്ട്, നമ്മുടെ വലിയ പള്ളിയിലുമുണ്ട് വൈകിട്ടായിട്ട്.